ലോൺലിനെസ് കൊണ്ട് സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും വരെ ഉണ്ടാവാം. 8,71,000 പേരാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഒരു വർഷം കൊണ്ട് ഏകാന്തത മൂലം മരിക്കുന്നത്. അതായത് മണിക്കൂറിൽ 100 പേര് വെച്ച് മരിക്കുന്നു. ലോൺലിനെസ്, ഒറ്റപ്പെടൽ ഒരു ചെറിയ സംഭവമേ അല്ല. നമ്മളിൽ പലരും വിചാരിക്കുന്നത് ലോൺലിനെസ് കൊണ്ട് മനസ്സിന് വിഷമമല്ലേ ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ ഹാർട്ട് ഫെയിലിയർ, ഹാർട്ട് ഡിസീസ്, സ്ട്രോക്ക് എല്ലാത്തിലേക്ക് ഇത് നയിക്കുന്നുണ്ട്. ലോൺലിനെസ് മൂലം ഉണ്ടാവുന്ന സ്ട്രെസ്, ഡിപ്രഷൻ, കോർട്ടിസോളിന്റെ അളവ്, ഹൈ BP എല്ലാം വില്ലന്മാരാണ്. നോക്കൂ, മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. കൂട്ടുകൂടി ജീവിക്കാൻ ഇഷ്ടമുള്ള ഒരു ബ്രെയിൻ സെറ്റപ്പാണ് മനുഷ്യനുള്ളത്. അതിൽ നിന്ന് ഇഷ്ടമില്ലാതെ മാറി ഒറ്റപ്പെടലിന്റെ ലോകത്ത് ജീവിക്കേണ്ടി വരുന്നവർക്ക് അധികകാലം ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റണമെന്നില്ല. ഏറ്റവും അധികം ഹാപ്പി ആയിട്ട് ജീവിക്കുന്നവര് ഏറ്റവും സ്വത്തോ പണമോ ഉള്ളവരല്ല, മറിച്ച് ഏറ്റവും നല്ല ബന്ധങ്ങളുള്ളവരാണ് എന്നൊരു പഠനമുണ്ട്. ഇനി അസുഖങ്ങൾ മാത്രമല്ല കേട്ടോ, ഒത്തിരി ആത്മഹത്യകളുടെയും കാരണങ്ങളിൽ ഒന്ന് ഈ ഒറ്റപ്പെടൽ തന്നെയാണ്. ഓരോ ആത്മഹത്യകൾ കഴിയും തോറും ആളുകൾ പറയുന്ന കേൾക്കാം, അവൻ ആരോടെങ്കിലും ഒന്ന് വിഷമങ്ങൾ തുറന്നു പറയായിരുന്നില്ലേ എന്ന്. ആരോട് പറയാൻ? അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അയാളെ ആത്മഹത്യ ചെയ്യുമോ? നമ്മൾ നോക്കുമ്പോൾ അയാൾക്ക് ചുറ്റും എപ്പോഴും ഫ്രണ്ട്സ് ഉണ്ടെന്ന് കാണാം. പക്ഷെ ആ ആൾക്കൂട്ടത്തിന് നടുവിലും ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവരുണ്ട്. മനസ്സ് തുറന്ന് എല്ലാം ഒന്ന് സംസാരിക്കാൻ, നമ്മളെ മനസ്സിലാക്കിക്കൊണ്ട് കേട്ടിരിക്കാൻ പക്വതയുള്ള, ജഡ്ജ്മെന്റൽ അല്ലാത്ത എത്ര പേർ ശരിക്കും നമുക്കൊക്കെ ഉണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. വളരെ കുറച്ചു പേർക്കേ ആ ഭാഗ്യം കിട്ടിയിട്ടുള്ളൂ. ലൈഫിൽ ആരാലൊക്കെയോ ഒറ്റപ്പെട്ടു പോയവർ, എന്നും കരയുന്നവർ, കരയാൻ പോലും മറന്നവർ ഇന്നും ഏതൊക്കെയോ മുറികളിൽ അടച്ചിരിപ്പുണ്ട്. ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ആ നൂൽപ്പാലത്തിലൂടെ അങ്ങനെ കടന്നു പോകുന്നവർ. കുറ്റപ്പെടുത്തലുകൾക്കോ ഉപദേശങ്ങൾക്കോ അപ്പുറം അവരെ മനസ്സിലാക്കിക്കൊണ്ടുള്ള നമ്മുടെയൊക്കെ ഒരു വാക്ക് മതിയാവും, ഒരു ചേർത്ത് നിർത്തൽ മതിയാവും ചിലപ്പോൾ അവർക്ക് അവരുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ.